بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين. الحمد لله قد قرأنا بعض الأحاديث في الأيام الماضية من كتاب الشمائل المحمدية للإمام الحافظ أبي عيسى محمد بن عيسى الترمذي رحمة الله عليه. ونحن نقوم بقراءة المصنف المشهور في جمال وكمال أوصاف النبي صلى الله عليه وسلم. കഴിഞ്ഞ ദിവസങ്ങളിൽ 8 ഹദീസുകളാണ് നമ്മൾ ഓതി പറഞ്ഞത്. 9ാമത്തെ ഹദീസ് حدثنا أبو موسى محمد بن المثنى حدثنا محمد بن جعفر حدثنا شعبة عن سماك بن حرب قال سمعت جابر بن سمرة رضي الله عنه يقول. നമ്മൾ ഈ ഹദീസിന്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ നിവേദക പരമ്പരയെ വായിക്കുന്നത് മഹാന്മാരുടെ പേര് ഉച്ചരിക്കുക വഴി ബറക്കത്ത് സ്വീകരിക്കാനും ആധികാരികതയുടെ പ്രമാണത്തെ പുനർവായിക്കാനും വേണ്ടിയാണ്. ഇവരിൽ ഓരോരുത്തരെ കുറിച്ചുമുള്ള വ്യാഖ്യാനങ്ങളും അവരുടെ വൈജ്ഞാനിക പദവികളും ആത്മീയ ഉന്നതികളും മഹത്തുക്കളായ സിയർ താരീഖിന്റെ ആളുകൾ രേഖപ്പെടുത്തുകയും ഷമായിലിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് പോകൽ ഏറെ സമയം ആവശ്യമായി വരും. ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു വായന. നമ്മളിപ്പോൾ ഷമായിലിന്റെ ഒരു മുത്തവസ്സിത്തായ വായനയിലൂടെയാണ് പോകുന്നത്, ഒരു മധ്യനിലവാരത്തിലുള്ള. സാധാരണ ത്വയ്ബയിൽ നടക്കുന്നത് വളരെ ഒരു ക്രാഷായിട്ടുള്ള വായനയാണ്. ഇപ്പോൾ നാം നടത്തുന്നത് ഒരു പ്രാഥമികമായ ഒരു ലളിതസാരത്തിലൂടെയുള്ള സഞ്ചാരമാണ്. സിമാക്ക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമയത്തു ജാബിർ ബിൻ സമുറത്ത റളിയല്ലാഹു അൻഹു യഖൂൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളീഅൽ ഫമി അഷ്കലൽ ഐനി മൻഹൂസൽ അഖബി ഖാല ശുഅബത്തു ഖുൽതു ലിസിമാക്കിൻ. സിമാക്ക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിശേഷണങ്ങളാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ലലീഉൽ ഫമി, അഷ്കലുൽ ഐനി, മൻഹൂസുൽ അഖബി. എന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം? ഖുൽതു ലിസിമാക്കിൻ മാ ലലീഉൽ ഫമി. ലലീഉൽ ഫമ എന്ന് പറഞ്ഞാൽ എന്താണ്? അളീമുൽ ഫമി, വിശാലമായ വായ ഉള്ളവരായിരുന്നു, കുടുങ്ങിയ വായ ഉള്ളവരല്ല. മാ അഷ്കലുൽ ഐനി, കൺകോണുകൾ വിശാലമായത്. ഒരർത്ഥം അങ്ങനെയാണ്. എന്നാൽ മത്തഫഖ അലൈഹിൽ ഉലമാഉ വജമീഉ അസ്ഹാബിൽ ഗരീബി മിൻ അന്ന അശ്ശക്ലത ഹുംറത്തുൻ ഫീ ബയാദിൽ ഐനി. നേത്രത്തിന്റെ വെളുപ്പിൽ ഉള്ള ഒരു ചുവപ്പ്, കണ്ണിന്റെ വെളുത്ത ഭാഗത്തുള്ള ചുവപ്പാണ്. വഹുവ മഹ്മൂദുൻ ഇൻദൽ അറബി ജിദ്ദൻ. അറബികൾക്കിടയിൽ വളരെ തുത്യർഹമായ ഒരു വിശേഷമായി കാണുന്നതാണത്. ഖാല ഹാഫിദുൽ ഇറാഖി ശക്ലത്തുൽ ഐനി ഇഹ്ദാ അലാമാത്തിൻ നുബുവ. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായി വായിക്കപ്പെട്ടതുകൂടിയാണത്. വലമ്മാ സാഫറ ഇല ശാമി മഅ മൈസറത. മൈസറയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് പോയപ്പോൾ വസഅല അൻഹു റാഹിബു മൈസറ. മൈസറയോട് റാഹിബ് ചോദിച്ചു, പുരോഹിതൻ, വേദപണ്ഡിതൻ, അഫീ ഐനൈഹി ഹുംറ, അവിടുത്തെ നേത്രത്തിൽ ചുവപ്പടയാളമുണ്ടോ? ഫഖാല ഹു ഹു.
അപ്പോൾ അതാണ് ഭംഗിയുള്ള രൂപത്തിൽ ചുവപ്പ് കണ്ണിന്റെ വെളുപ്പ് ഭാഗത്ത് ചുവപ്പ് കലർന്നവർ, അല്ലെങ്കിൽ കൺകോണുകൾ വിശാലമായവർ. ഖാല ത്വീലു ഷഖ്ഖിൽ ഐനി, ഇവിടെ നേരെ പറഞ്ഞ അർത്ഥം ത്വീലു ഷഖ്ഖിൽ ഐനി, കൺകോണുകൾ നീണ്ടത്. എന്നാൽ അതിന്റെ വിശാലമായ ഒരു വ്യാഖ്യാന തലം കൂടിയാണ് ഷറഹിൽ നിന്ന് വായിച്ചു പറഞ്ഞത്. ഖുൽതു മാ മൻഹൂസുൽ അഖിബി, മൻഹൂസുൽ അഖിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖലീലുൽ ലഹ്മി, മടമ്പിൽ മാംസം കുറവുള്ളവർ. മടമ്പിൽ മാംസം കൂടുതലുണ്ടെങ്കിൽ വേഗം നടക്കാൻ കഴിയില്ല. അപ്പോൾ അൽ മൻഹൂസു മിനർ റിജാലി ഖലീലുൽ ലഹ്മി, മാംസം കുറഞ്ഞ പാദം, പാദത്തിന്റെ പിൻഭാഗം ഉള്ളവരായി. حدثنا حناد السري حدثنا أبصر بن القاسم عن أشعث يعني ابن السوار عن أبي إسحاق عن جابر بن سمرة قال رأيت رسول الله صلى الله عليه وسلم في ليلة إضحيان في ليلة إضحيان മനോഹരമായ പ്രശോഭിതമായ ഒരു രാത്രിയിൽ, ഫീ ലൈലത്തിൻ മുളീഅത്തിൻ, ഇരുട്ടില്ലാതെ നിലാവെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, ചുവപ്പ് നിറം ചേർന്ന ഒരു തട്ടം അവിടുന്ന് ധരിച്ചിട്ടുണ്ട്. ഫജഅൽതു അൻദുറു ഇലൈഹി വഇലൽ ഖമർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ചന്ദ്രനിലേക്കും ഇങ്ങനെ നോക്കി, മാറി മാറി നോക്കി. ഫലഹു ഇൻദി അഹ്സനു മിനൽ ഖമരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനേക്കാൾ ശോഭയുള്ളതായി കണ്ടു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ശബീഹു കബദറുൽ ലൈലി ബൽ അൻത അൻവറു, അവിടുന്ന് നിലാവിനെ പോലെയാണ്, അല്ലെങ്കിൽ പൂർണേന്ദുവിനെ പോലെയാണ്, അല്ല ബൽ അൻത അൻവറു, അതിനേക്കാൾ പ്രശോഭിതമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഖകമലത്തിലേക്കും മുഖകാന്തിയിലേക്കും നോക്കിയ സ്വഹാബത്ത് അതേ സമയം തന്നെ പൂർണേന്ദുവിലേക്ക്, പൂർണ്ണ നിലാവിലേക്ക് നോക്കി, മാറി മാറി നോക്കിയ ശേഷം അവർക്ക് പറയാനുള്ളത് അബ്ഹാ മിനൽ ഖമരി താമി വ അൻവറു മിനൽ ഖമരി താമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا سفيان بن وكيع حدثنا حميد بن عبد الرحمن الرؤاسي عن زهير عن ابي اسحاق قال سأل رجل البراء بن عازب أكان وجه رسول الله صلى الله عليه وسلم من السيف مثل السيف, അവിടുത്തെ തിരുമുഖം വാൾ പോലെയായിരുന്നുവോ? വാൾ പോലെ എന്ന് പറഞ്ഞാൽ ലംഘുന്നത് ആയിരുന്നോ? ഖാലല, അങ്ങനെ ഒരു വെള്ളി വെളിച്ചമല്ല, ബൽക്കാന മിസ്ലൽ ഖമരി, പൂർണേന്ദുവിനെ പോലെ ശോഭയാർന്ന വെളിച്ചമായിരുന്നു. ചന്ദ്രന്റെ വെളിച്ചം തണുപ്പുള്ളതാണ്, ആർദ്രത കുറഞ്ഞതാണ്. കൃത്യമായി ഒരു തഴുകലിന്റെ വെളിച്ചമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത്. ഷംസിനെ ഉദാഹരിക്കാത്ത, കൂടുതൽ ചന്ദ്രനെ ഉദാഹരിക്കുന്നത് ആ സൗകുമാര്യതയും അവിടുത്തെ സ്വഭാവ മഹിമയും അവിടുത്തെ വ്യവഹാര ഭംഗിയും എല്ലാം ചേർത്തുകൊണ്ടാണ്. حدثنا أبو داود المصاحفي سليمان بن سلم حدثنا النضر بن الشميل عن صالح بن أبي الأخضر عن ابن شهاب عن نبي سلمة عن نبي هريرة رضي الله تعالى عن كل واحد منهم أجمعين قال كان رسول الله صلى الله عليه وسلم أبيض كأنما صيغ من فضة رجل الشعر, ശോഭയാർന്ന വെളുത്ത നിറം, ഉള്ളുള്ള വാർന്ന മുടി, തിരുകേശങ്ങൾ ഉള്ളവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
حدثنا قتيبة بن سعيد قال أخبرنا الليث بن سعد عن أبي الزبير عن جابر بن عبد الله أن رسول الله صلى الله عليه وسلم قال عرض علي الأنبياء പ്രവാചകന്മാരെ എനിക്ക് വെളിവാക്കി അല്ലെങ്കിൽ വെളിവാക്കപ്പെട്ടു. ഫൈദാ മൂസ അലൈഹിസ്സലാം ലർബും മിനർ റിജാലി കഅന്നഹു മിൻ റിജാലി ശനൂഅ. മൂസ അലൈഹിസ്സലാമിനെ കാണിക്കപ്പെട്ടപ്പോൾ ലർബും മിനർ റിജാലി മെലിഞ്ഞ അധികം വണ്ണമില്ലാത്ത ഒരാൾ, കഅന്നഹു മിൻ റിജാലി ശനൂഅ, അവിടുത്തെ നിറത്തിലും നീളത്തിലും യമനിലെ അല്ലെങ്കിൽ ഖഹ്താനിലെ ശനൂഅ ഗോത്രത്തിലുള്ള ആളുകളെ പോലെയുണ്ട് കാണാൻ. വറഅയ്തു ഈസ ഇബ്നു മറിയമ അലൈഹിസ്സലാം വഇദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശാരീരിക സാമീപ്യമുണ്ട് ഈസ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ. ഹുദൈബിയ സന്ധിയുടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖുറൈശികൾ വിട്ടത് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ കൊന്നുകളഞ്ഞു. അങ്ങനെയുള്ള മഹാനാണ് ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. വറഅയ്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. ഫൈദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ, ഒരു സാമീപ്യം ഒരാളിലേക്ക് ചേർത്ത് ഇബ്രാഹിം നബിയെ പറയാനാണെങ്കിൽ സ്വാഹിബുക്കും, നിങ്ങളുടെ നേതാവായ ഞാനാണ്, യഅനി നഫ്സഹു, അവിടുത്തെ തന്നെയാണ് പറയുന്നത്. ഓരോ പ്രവാചകന്മാരെയും കാണിക്കപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപലാവണ്യത്തോട്, ആകാര രീതിയോട് ചേർന്ന ഒരാകാരം പറയാനാണെങ്കിൽ എന്നോട് ഏറെ സാദൃശ്യമുള്ള ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. വറഅയ്തു ജിബ്രീല, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണിച്ചു അല്ലെങ്കിൽ കണ്ടു ഞാൻ. ഫൈദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ ദിഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ സാദൃശ്യമുള്ള രൂപത്തിലാണ് കണ്ടത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം മലക്കാണ്, വ്യത്യസ്ത രൂപങ്ങളിൽ വരാം. വ്യത്യസ്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധാനത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ കാണിക്കപ്പെട്ട നേരത്ത് ഒരു പുരുഷനിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് സാദൃശ്യം പറയാൻ അപ്പോഴുണ്ടായിരുന്നത് ദിഹിയത്തുൽ കൽബി എന്നവരുടെ രൂപത്തിലാണ്. ബദറിന് ശേഷമുള്ള എല്ലാ സംഭവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം ചേർന്നു. ബഹുമാനപ്പെട്ടവരുടെ രൂപത്തിൽ പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ടുണ്ട്. حدثنا سفيان بن وكيع ومحمد بن بشار المعنى واحد قال أنبأنا يزيد بن هارون عن سعيد الجريري قال سمعت أبا الطفيل يقول رأيت النبي صلى الله عليه وسلم وما بقي على وجه الأرض أحد رآه غيري. ബഹുമാനപ്പെട്ട സഈദുൽ ജുറൈരി എന്നവർ പറയാണ്, അബൂ തുഫൈൽ എന്നവർ എന്നോട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. വമാ ബഖിയ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്തിൽ ഇനി ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആരും ഇന്നേ ഇല്ല. അതായത് അവസാനം വഫാത്തായ സ്വഹാബിമാരിൽ ഒരാളാണ്.
ഹിജറയുടെ 110 ബഹുമാനപ്പെട്ട ഒരു വഫാത്താകുന്നത്. ഒരു പക്ഷേ ഭൂമിയുടെ മറ്റേതെങ്കിലും ദിക്കിൽ ഒരു സ്വഹാബി ഉണ്ടാകുന്നതിന് അത് എതിരല്ല. ഓരോ പ്രദേശങ്ങളിൽ അവസാനം വഫാത്തായ മഹത്തുക്കളെ കുറിച്ച് തന്നെ സ്വതന്ത്രമായ വായനയുണ്ട്. ഏതായാലും 1-2 നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഹിജറ 100-ന് ശേഷം 100-ന്റെയും 110-ന്റെയും അതിന്റെ ചിലറകളുടെയും ഇടയിൽ സ്വഹാബത്ത് മുഴുവനും ലോകത്തോട് വഫാത്തായി പോയി. റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ഖാല ഖുൽതു, ഞാൻ പറഞ്ഞു, സിഫ്ഹുലി, എന്നാൽ അവിടുത്തെ ഒന്ന് വർണ്ണിക്കൂ. കാന അബിയള മലീഹൻ മുഖസ്സദൻ, അവിടുന്ന് പ്രശോഭിതമായ വെളുത്ത ഒത്ത ശരീരമുള്ളവരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയ 3 വാക്കുകളിൽ അവിടുത്തെ ആകാര ഭംഗിയെ പൊടുന്നനെ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ. അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു. حدثنا عبد الله بن عبد الرحمن أخبرنا إبراهيم بن المنذر الحزامي أخبرنا عبد العزيز بن ثابت الزهري حدثني إسماعيل بن إبراهيم ابن أخي موسى ابن عقبة عن موسى بن عقبة عن كريب عن ابن عباس رضي الله تعالى عن كل واحد منهم أجمعين قال كان رسول الله صلى الله عليه وسلم أفلج الثنيتين إذا تكلم رؤيا كالنور يخرج من بين ثناياه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദന്തങ്ങൾക്കിടയിൽ നേർത്ത ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഫുർജത്തും മാ ബൈന സനായ. ഇദാ തകല്ലമ, അവിടുന്ന് സംഭാഷണം നടത്തുമ്പോൾ റുഅയ കന്നൂർ, ഒരു പ്രകാശം പൊഴിയും, ഒരു പ്രകാശം കാണപ്പെടും. യഖ്റുജു മിൻ ബൈനി സനായാഹു, അവിടുത്തെ പൽക്കോവകളിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു പ്രകാശം കാണുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ഘടനയുടെ ഭാഗികമായ അനുഭവങ്ങൾ സ്വഹാബത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ പങ്കുവച്ചതിനെയാണ് ഏകദേശം 15 ഹദീസുകളിലൂടെ നാം വായിച്ചു പോയത്. ഇതൊരു അനുരാഗിക്ക് വലിയ പ്രത്യേകതയുള്ള പരാമർശമാണ്. ശമായിലുകളുടെ ഏറ്റവും സുപ്രധാനമായ അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ഘടനയാണ്. ഇതിന്റെ ഓരോന്നിന്റെയും വ്യാഖ്യാനത്തിൽ ആസ്വദിച്ചവർ, അനുഭവിച്ചവർ, വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതിനെ കണ്ടും കേട്ടും കടന്നുപോയ സ്വഹാബത്തിനെയും താബിഉകളെയും പങ്കുവച്ചവരെയും ഒക്കെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശനം ലഭിച്ച ആളുകൾ ഈ അവസ്ഥയിൽ തന്നെ വിശദീകരിച്ച അനുഭവങ്ങളും മൻ റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി വൽ യഖ്ള എന്ന പ്രമേയത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർശിക്കാനും ആത്മീയമായി ഉൾവഹിക്കാനും സ്നേഹിക്കാനും അടുക്കാനും അവസാനം അവിടുത്തെ പ്രസന്നമായ മുഖകമലം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. 2-ാമത്തെ അധ്യായം ബാബു മാ ജാഅ ഫീ ഖാതമിൻ നുബുവ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ മുദ്രയെക്കുറിച്ച് വന്നിട്ടുള്ള നിവേദനങ്ങളിൽ ചിലതാണ്. حدثنا قتيبة بن سعيد قال أخبرنا حاتم بن إسماعيل عن الجعد بن عبد الرحمن قال سمعت السائب بن يزيد يقول സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ذهب بي خالتي الى النبي صلى الله عليه وسلم. ذهبت بي خالتي الى النبي صلى الله عليه وسلم. എൻ്റെ അമ്മായി എന്നെയും കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. فقالت يا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്ന ബിന ഉഖ്തി വജിഉൻ, എന്റെ സഹോദരിയുടെ പുത്രന് സുഖമില്ല, നല്ല വേദനയുണ്ട്. ഫമസഹ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസി, അപ്പോൾ അവിടുന്ന് എന്റെ ശിരസിൽ തലോടി. വദആ ലി ബിൽ ബറക,
അനുഗ്രഹ പ്രാർത്ഥന നടത്തി ആരോഗ്യത്തിലും ആയുസ്സിലും ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്തു. മഹാനവറുകൾ 94 വയസ്സുവരെ ജീവിച്ചു. 94 വയസ്സുവരെ ജീവിച്ചിട്ടും കാഴ്ചക്കോ കേൾവിക്കോ അവയവങ്ങൾക്കോ ഒന്നും ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. ശരീരം വളഞ്ഞിട്ടില്ല. നല്ല ദൃഢഗാത്രരായി ബഹുമാനപ്പെട്ടവർ 94 വയസ്സ് വരെ ജീവിച്ചു. ഇരിക്കട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്തു. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വുളൂ ചെയ്യാനിരുന്നതാണ്, അങ്ങനെ വുളൂ ചെയ്തു. അല്ലെങ്കിൽ അവിടുത്തെ ശരീരഭാഗങ്ങൾ കഴുകി. ഫശരിബ്തു മിൻ വുളൂഇഹി, അവിടുന്ന് സ്നാനത്തിന് ഉപയോഗിച്ച വെള്ളം ഞാൻ കുടിച്ചു. വഖുംതു ഖൽഫ റസ്ലഹിരിഹി, എന്നിട്ട് ഞാൻ അവിടുത്തെ പിൻഭാഗത്ത് നിന്നു. ഫനദർതു ഇലൽ ഖാതമി ബൈന കതിഫൈഹി, പിൻഭാഗത്ത് നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അവിടുത്തെ ചുമലിൽ, 2 ചുമലുകൾക്കിടയിൽ ഞാൻ കണ്ടു അവിടുത്തെ മുദ്രണം. ഇലൽ ഖാതമി, ഖാതമിലേക്ക് ഞാൻ നോക്കി, മുദ്രയിലേക്ക് ഞാൻ നോക്കി. ഫൈദാ ഹുവ മിസ്ല സിർറിൽ ഹജല, പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ കണ്ടു. അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഇതിനുണ്ട്. സാധാരണ മണവറകളിലൊക്കെ ഉപയോഗിക്കുന്ന വധൂവരന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന കട്ടിലിന്റെ പിടുത്തത്തിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു കല്ല്, അതുമാതിരി അങ്ങനെയും ഒരു പ്രയോഗം. അല്ലെങ്കിൽ പ്രാവിന്റെ മുട്ടയുടെ രൂപത്തിൽ ഞാൻ കണ്ടു. ഇതിന്റെ വ്യാഖ്യാനം കൂടി ഉൾക്കൊള്ളുന്ന നിവേദനങ്ങൾ തുടർന്ന് വരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതിന്റെ ഒരു സംക്ഷിപ്തം നമുക്ക് പറയാം. حدثنا سعيد بن يعقوب الطالقاني أخبرنا أيوب بن جابر عن سماك بن حرب عن جابر بن سمرة قال رأيت الخاتم بين كتفي رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലുകൾക്കിടയിൽ ഞാൻ അവിടുത്തെ ഖാത്തമ കണ്ടു, മുദ്ര കണ്ടു. ഉദ്ദത്തൻ ഹംറാ മിസ്ല ബൈളത്തിൽ ഹമാമ, ഒരു ചുവന്ന മാംസത്തിന്റെ തടിപ്പ്. മിസ്ല ബൈളത്തിൽ ഹമാമത്തി, പ്രാവിന്റെ മുട്ട പോലെ, പ്രാവിന്റെ മുട്ടയുടെ വലിപ്പത്തിൽ ഒരു മാംസത്തിന്റെ തിണർപ്പ്, ഒരു തടിപ്പ്. حدثنا أبو مصعب المديني أخبرنا يوسف بن الماجشون عن أبيه عن عاصم بن عمر بن خطادة عن جدته رميثة قالت سمعت رسول الله صلى الله عليه وسلم, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. വലൗ അശാഉ അൻ ഉഖബ്ബില അൽ ഖാതമ അല്ലദീ ബൈന കതിഫൈഹി മിൻ ഖുർബിഹി ലഫഅൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എത്രമാത്രം സമീപസ്ഥനായിട്ടെന്നല്ലേ. വലൗ അശാഉ അൻ ഉഖബ്ബില അൽ ഖാതമ അല്ലദീ ബൈന കതിഫൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാത്തമുൻ നബുവത്തിൽ ഒന്ന് ചുംബനം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. ലഫഅൽതു, അത്രയും അടുത്ത് ചേർന്ന് നിന്ന് ഞാൻ അവിടുത്തെ ഖാത്തമ കണ്ടിട്ടുണ്ട്. യഖൂലു, അവിടുന്ന് പറഞ്ഞതിൽ സഅദ് ഇബ്നു മുആദിൻ, യഖൂലു സഅദ് ഇബ്നു മുആദിൻ യൗമ മാത, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം പറഞ്ഞുവല്ലോ,
ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനത്തെക്കുറിച്ച് വഹുവ മിൻ ഉളമാഇ സുഹബി ഷഹിദ ബദറൻ വസബത്ത മഅൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദ്. അങ്ങനെയെല്ലാമുള്ള ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കുറിച്ച് പറഞ്ഞത് ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ. فيكون من كلامه صلى الله عليه وسلم لموت سعد بن معاذ اهتز له عرش الرحمن استبشارا وسرورا بقدوم روحه أو لإعلام الملائكة بظهور مرتبته. അങ്ങനെയുള്ളവരാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഈ വിശേഷം പറയുമ്പോൾ ഞാൻ കേട്ടു. എത്രമാത്രം സമീപത്ത് നിന്നുകൊണ്ടാണ് അവിടുത്തെ ചുമലുകൾക്കിടയിലുള്ള ഖാത്തമുൻ നുബുവത്തിനെ വേണമെങ്കിൽ എനിക്ക് ചുംബിക്കാമായിരുന്നു. അത്രയും സമീപത്തെയായി ഞാൻ കണ്ടിട്ടുണ്ട്. حدثنا أحمد بن عبدة اللبي وعلي بن حجر وغير واحد قالوا أخبرنا عيسى بن يونس عن عمر بن عبد الله مولى غفرة قال حدثني إبراهيم بن محمد من ولد علي بن أبي طالب قال كان علي رضي الله عنه إذا وصف رسول الله صلى الله عليه وسلم فذكر الحديث بطوله. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണം പറഞ്ഞാൽ എന്നിട്ട് ദീർഘമായ ഹദീസ് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗം വഖാല ബൈന കത്തിഫിഹി ഖാതമുൻ നുബുവ്വ വഹുവ ഖാതമുൻ നബിയ്യീൻ എന്നുകൂടി പറഞ്ഞു. അപ്പോൾ നുബുവത്തിന്റെ മുദ്രയുണ്ടെന്നും അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ടെന്നും ഈ നിവേദനം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. حدثنا محمد بن بشار أخبرنا أبو عاصم أخبرنا عزرة بن ثابت حدثني علباء بن أحمر اليشكري قال حدثني أبو زيد عمرو بن أخطب الأنصاري قال قال لي رسول الله صلى الله عليه وسلم يا أبا زيد أدن مني. عمرو بن أخطب الأنصاري رضي الله عنه പറയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ സയ്യിദ്, അബൂ സയ്യിദേ ഇങ്ങോട്ടൊന്ന് അടുത്ത് നിന്നെ, ഫംസഹ് ലഹരി എന്റെ പുറമൊന്ന് തലോടിത്തരൂ, തടകിത്തരൂ. ഫമസഹ്തു ലഹറഹു, ഞാൻ അവിടുത്തെ തിരുശരീരം തടകി. ഫവഖഅതു അസ്വാബിഇ അലൽ ഖാതമി, അപ്പോൾ അവിടുത്തെ നുബുവത്തിന്റെ മുദ്രയുടെ മേൽ എന്റെ വിരലുകൾ തടഞ്ഞു. ഖുൽതു, ഞാൻ ചോദിച്ചു, വമൽ ഖാതമു, എന്താണ് ഖാതമുൻ നുബുവത്ത്? ശഅറാത്തും മുജ്തമിആത്തുൻ, ഒരു രോമക്കൂട്ടമാണ് എന്ന് പറയുന്നു. അപ്പോൾ രോമാവൃതമായ ഒരു മാംസത്തിന്റെ തിണർപ്പ്, ഒരു തടിപ്പ് എന്നാണ് രണ്ടും കൂടി ചേർത്ത് വായിക്കേണ്ടത്. حدثنا أبو عمار الحسين بن حريث الخزاعي أخبرنا علي بن حسين بن واقد حدثني أبي حدثني عبد الله بن بريدة قال سمعت أبي بريدة يقول جاء سلمان الفارسي إلى رسول الله صلى الله عليه وسلم حين قدم المدينة بمائدة عليها رطب فوضعها بين يدي رسول الله صلى الله عليه وسلم فقال يا سلمان ما هذا؟ فقال صدقة عليك وعلى أصحابك. അബൂ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നതായി കേട്ടു, അവിടുത്തെ മകൻ അബ്ദുല്ലാഹി ബിൻ ബുറൈദ ഖാല സമയത്ത് അബി ബുറൈദത്ത എന്നവരെ ഞാൻ കേട്ടു. എന്റെ വാപ്പയാകുന്ന ബുറൈദത്ത് എന്നവരെ ഞാൻ കേട്ടു. എന്ത്? സൽമാനുൽ ഫാരിസി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു.
സൽമാൻ അൽ ഫാരിസി തങ്ങൾ മുൻകാല പ്രവാചകന്മാരിൽ വിശ്വസിച്ച് സത്യം തേടി 200ഓളം വയസ്സ് ജീവിച്ച സ്വഹാബിയാണ്, അല്ലെങ്കിൽ 150. മഹാനവറുകൾ അന്വേഷിച്ച് അവസാനം മദീനയിൽ വന്ന് ഒരു ജൂതന്റെ തോട്ടത്തിൽ അടിമയാക്കപ്പെടുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നത്. അപ്പൊ മുൻകാല വേദപണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം വാഗ്ദത്ത പ്രവാചകന്റെ ആഗമന സ്ഥലം പ്രതീക്ഷിച്ചു വന്നതാണ് യസ്രിബ് എന്ന് അന്ന് പേരുള്ള മദീനയിൽ. അപ്പോൾ പ്രവാചകരെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ആത്മജ്ഞാനികളായ മുൻകാല വേദത്തിൽ വിശ്വസിച്ചവരിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിച്ച് ബോധ്യപ്പെടാൻ വേണ്ടി പോകുന്ന രംഗം കൂടിയാണ് ഇത്. ഒരു ദിവസം ഈത്തപ്പനയിൽ പഴം പറിക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അറിയുകയും ആശ്ചര്യപൂർവ്വം കാത്തിരുന്നത് കിട്ടിയെന്ന സന്തോഷത്തോടെ വേഗം ഇറങ്ങി അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. ചരിത്രം നീണ്ടതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വന്നു. ജാ സൽമാൻ അൽ ഫാരിസി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീനത ബിമാഇദത്തിൻ അലൈഹാ റുതബുൻ, കാരക്കയുടെ ഒരു തളികയുമായി വന്നു. ഫവളഅഹാ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുസമക്ഷത്തിൽ വെച്ചു. ഫഖാല യാ സൽമാനു മാ ഹാദാ, എന്താണ് സൽമാനെ ഇത്? സദഖത്തുൻ അലൈക വഅലാ അസ്ഹാബിക, ഇത് അവിടത്തേക്കുള്ള ധർമ്മമാണ്, സദഖയാണ്. ഫഖാല ഇർഫഅഹാ, ഇതങ്ങെടുത്തോളൂ. ഫഇന്നാ ലാ നഅകുലു സദഖ, ഞങ്ങൾ സദഖ കഴിക്കുകയില്ല, ധർമ്മം കഴിക്കൂല. ഖാല ഫറഫഅഹാ, അതെടുത്തു. ഫജാ അൽ ഗദു ബിമിസ്ലിഹി, അപ്രകാരം മറ്റൊരു തളികയുമായി അടുത്ത ദിവസം വന്നു. ഫവളഅഹു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുസമക്ഷത്തിൽ വെച്ചു. ഫഖാല മാ ഹാദാ യാ സൽമാനു, എന്താണ് സൽമാനെ ഇത്? ഫഖാല ഹദിയത്തുൽ ലക്, അവിടത്തേക്കുള്ള ദാനമാണ്, സമ്മാനമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ബുസുത്തു, വിതരണം ചെയ്തോളൂ, എല്ലാവർക്കും കൊടുത്തോളൂ. ثم نظر الى الخاتم على ظهر رسول الله صلى الله عليه وسلم, പിന്നെ അവിടുത്തെ ചുമലിലുള്ള പ്രവാചകത്വ മുദ്രയിലേക്ക് ബഹുമാനപ്പെട്ടവർ നോക്കി. ഫആമന ബിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. വകാന ലിയഹൂദിയൻ, ബഹുമാനപ്പെട്ടവർ അന്ന് യഹൂദിയുടെ ഉടമസ്ഥതയിലായി. ഫഷ്തറാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വാങ്ങി. ബികദാ വകദാ ദിർഹമൻ, വലിയ സംഖ്യ കൊടുത്തു. 40 ഊഖിയ, 40 ഊഖിയ കൊടുത്തു വാങ്ങി. വെള്ളി നാണയം, അല്ല സ്വർണ്ണ നാണയം. അതോടൊപ്പം ഈത്തപ്പനത്തോട്ടം. അലാ യഗ്രിസ ലഹും നഖലൻ ഫയഅമല സൽമാനു ഫീഹി ഹത്താ യുത്ഇം, പാകപ്പെടുന്നതുവരെ, പഴമാകുന്നതുവരെ തോട്ടത്തിൽ ജോലി ചെയ്തു കൊടുക്കാം എന്ന നിലയിൽ തോട്ടം തരപ്പെടുത്തി. ഫഗറസൻ നഖീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന നട്ടു. ഇല്ലാ നഖലതൻ വാഹിദതൻ, ഒന്നൊഴികെ. ഗറസഹാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു അത് നട്ടു. ഫഹമലത്തിൻ നഖീലു മിൻ ആമിഹാ, അതേ വർഷം തന്നെ അത് കായ്ച്ചു. വലം തഹ്മിലിൻ നഖലതു, ഒന്നു മാത്രം കായ്ച്ചില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ശഅനുൻ നഖലതി, ഇതെന്താ ഒരെണ്ണം ഇങ്ങനെ? ഫഖാല ഉമറു, യാ റസൂലല്ലാഹ്, അല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അന ഗറസ്തുഹാ, ഞാനാണിത് നട്ടത്. ഫനസഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിഴുതെടുത്തു. ഫഗറസഹാ, രണ്ടാമത് നട്ടു. ഫഹമലത്ത് മിൻ ആമിഹി, ആ വർഷം തന്നെ അത് കായ്ച്ചു, ഫലമുള്ളതായി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നുബുവത്തിനെ കണ്ട് ബോധ്യപ്പെട്ട് വിശ്വസിച്ചു ഹസ്സാൻ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. حدثنا محمد بن بشار حدثنا بشر بن الوضاح أخبرنا أبو عقيل الدورقي عن أبي نضرة العوقي قال سألت أبا سعيد الخدري رضي الله عنه الخاتم رسول الله صلى الله عليه وسلم يعني خاتم النبوة كان في ظهره بضعة ناشزة നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ഒരു മാംസത്തിന്റെ തടിപ്പുണ്ടായിരുന്നു. അതാണ് ഖാത്തമുൻ നുബുവത്ത്. حدثنا أحمد بن المقدام أبو الأشعث العجلي أخبرنا حماد بن زيد عن عاصم الأحول عن عبد الله بن السرجس أتيت رسول الله صلى الله عليه وسلم وهو في ناس من أصحابه. عبد الله بن السرجس رضي الله عنه പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലെത്തി. ഫദുർതു ഹക്കദാ മിൻ ഖൽഫിഹി, പിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റി, വലയം വെച്ച് നോക്കി. ഫഅറഫ അല്ലദീ ഉരീദു, എന്റെ ലക്ഷ്യം അവിടത്തേക്ക് ബോധ്യമായി. ഫഅൽഖ റിദാഅ അൻ ളഹരിഹി, ചുമലിൽ നിന്ന് അവിടുത്തെ തട്ടം നീക്കി. ഫറഅയ്തു മൗളിഅൽ ഖാതമി അലാ കതിഫൈഹി മിസ്ലൽ ജുംഇ, അപ്പോൾ അവിടുത്തെ ചുമലിൽ ഞാൻ കണ്ടു മിസ്ലൽ ജുംഇ, കൈ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഒരു തടിപ്പ് ഞാൻ കണ്ടു. ഹൗലഹാ ഖിയലാനുൻ, അതിന്റെ ചുറ്റും ഒരു അടയാളമുണ്ട്. കഅന്നഹാ സആലീലു, മൊത്തത്തിൽ അതൊരു പാലുണ്ണി പോലെയുണ്ട്. ഫറജഅതു ഹത്ത ഇസ്തഖബൽതുഹു, ഞാൻ അഭിമുഖത്തിലേക്ക് വന്നു നിന്നു, തിരുമുഖത്തിനു നേരെ വന്നു. ഫഖുൽതു ഗഫറല്ലാഹു ലക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. ഫഖാല വലക്, നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. ഫഖാലൽ ഖൗമു, സന്നിഹിതരായ ആളുകൾ ചോദിച്ചു, ഇസ്തഗ്ഫറ ലക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഇസ്തിഗ്ഫാർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്തു അല്ലേ? ഫഖുൽതു നഅം വലക്കും, നിങ്ങൾക്കും. സുമ്മ തലാ ഹാദിഹിൽ ആയ, എന്നിട്ട് ഈ ആയത്ത് ഓതി, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന ആയത്ത്. المراد تشريفه من غير أن يكون ثم ذنب. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അവിടുത്തെ ഇസ്തിഗ്ഫാറുകൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള തഖറുബാണ്. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ടവര് അബ്ദുല്ലാഹി ഇബ്നു സർജിസ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തമുൻ നുബുവത്തിനെ അനുഭവിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലുള്ള നുബുവത്തിന്റെ മുദ്ര മാംസത്തിന്റെ ഒരു തടിപ്പ് രോമാവൃതമായി അല്ലെങ്കിൽ രോമം കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ ഉള്ളതാണ് എന്നാണ് നിവേദനങ്ങളെ സംക്ഷേപിച്ചുകൊണ്ട് അഇമ്മത്ത് എഴുതിയിട്ടുള്ളത്. വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ ബോധ്യപ്പെട്ടതാണ് നിവേദനങ്ങളിലൂടെ നാം വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റുഇയത്തും ഇഖ്തിദാഉം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.
ഈ കഴിഞ്ഞ ഓരോ ഹദീസുകളെയും വീണ്ടും വായിക്കാനും നിങ്ങളുടെ സിസ്റ്റങ്ങളിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ശമാഇലുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥം പലയാവർത്തി നോക്കി അവിടുത്തെ ജമാലും അവിടുത്തെ കമാലും അവിടുത്തെ ശമാഇലുകളും അടുത്തറിയാനും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بحسب جماله وكماله. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.